ഇറാൻ രാഷ്ട്രീയത്തിലെ നിഗൂഢതകൾക്കും അഭ്യൂഹങ്ങൾക്കും ആക്കം കൂട്ടിക്കൊണ്ട് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ മകൻ മുജ്തബ ഖമീനിയെക്കുറിച്ചുള്ള വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നു. US-ഇസ്രായേൽ സംയുക്ത നീക്കങ്ങളിൽ കൊല്ലപ്പെട്ട പ്രമുഖരുടെ പട്ടികയിൽ മുജ്തബയുടെ ചിത്രം കൂടി ഉൾപ്പെട്ടതാണ് ഈ അഭ്യൂഹങ്ങളുടെ പ്രധാന ഉറവിടം. ഇറാനിലെ പിൻഗാമിയായി പരക്കെ വിശ്വസിക്കപ്പെടുന്ന മുജ്തബ ഖമീനി ദീർഘനാളായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്തത് ഇറാനിലെ ഭരണമാറ്റത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇല്ലെങ്കിലും ഇറാന്റെ രാഷ്ട്രീയ അന്തരീക്ഷം പുകയുകയാണെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അടുത്തിടെ നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും അദ്ദേഹം ഇപ്പോൾ അബോധാവസ്ഥയിലാണെന്നുമാണ് ചില പാശ്ചാത്യ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ഇസ്രായേൽ ലക്ഷ്യം വെച്ച ഉന്നത കേന്ദ്രങ്ങളിൽ മുജ്തബയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന വാദമാണ് ഇതിന് ആധാരമായി ഇവർ ഉയർത്തിക്കാട്ടുന്നത്. ലബനനിലും സിറിയയിലും ഇറാന്റെ സ്വാധീന മേഖലകളിലും നടന്ന ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരമൊരു വാർത്ത പ്രചരിക്കാൻ തുടങ്ങിയത്. ഇതിനകം കൊല്ലപ്പെട്ട ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും കമാൻഡർമാരുടെ ചിത്രങ്ങൾക്കൊപ്പം മുജ്തബയുടെ ചിത്രവും പ്രത്യക്ഷപ്പെട്ടത് ഇറാൻ അനുകൂലികളെയും അന്താരാഷ്ട്ര നിരീക്ഷകരെയും ഒരുപോലെ അമ്പരപ്പിച്ചിട്ടുണ്ട്. പിതാവായ അലി ഖമീനിയുടെ മരണശേഷം അധികാരം ഏറ്റെടുത്തുവെന്ന് കരുതപ്പെടുന്ന മുജ്തബയുടെ അസാന്നിധ്യം ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയൊരു വിടവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണെങ്കിലും മുജ്തബയ്ക്ക് വലിയ സ്വാധീനം അവിടെയുണ്ട്. ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മുജ്തബയെ ഇസ്രായേൽ തങ്ങളുടെ പ്രധാന ശത്രുവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ നടന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇറാൻ ഔദ്യോഗികമായി ഈ വാർത്തകളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ടെഹ്റാനിലെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിശബ്ദത അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുകയാണ്. ഇത്തരം വാർത്തകൾ ശത്രു രാജ്യങ്ങൾ പടച്ചുവിടുന്ന കുപ്രചരണമാണെന്ന് ഇറാൻ അനുകൂല മാധ്യമങ്ങൾ വാദിക്കുമ്പോഴും മുജ്തബയുടെ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ അവർ തയ്യാറായിട്ടില്ല. ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് മുജ്തബയെ വധിക്കാൻ പദ്ധതി ഒരുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ മുൻപ് വന്നിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയും പ്രാദേശിക സ്വാധീനത്തെയും തകർക്കാൻ മുജ്തബയെ പോലെ ഒരു നേതാവിനെ ഇല്ലാതാക്കുക എന്നത് ഇസ്രായേലിന്റെ ലക്ഷ്യമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ആധുനിക ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. ആഭ്യന്തര പ്രക്ഷോഭങ്ങളും അന്താരാഷ്ട്ര ഉപരോധങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുജ്തബയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വാർത്തകൾ ഇറാൻ ജനതയെയും ഉത്കണ്ഠയിലാക്കുന്നുണ്ട്. അറബ് ലോകത്തെ മാധ്യമങ്ങളും ഈ വിഷയത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. സിറിയയിലെയും ഇറാഖിലെയും ഇറാൻ അനുകൂല മിലിഷ്യകളുടെ ഏകോപനത്തിൽ മുജ്തബ വഹിച്ചിരുന്ന പങ്കാണ് ഇതിന് കാരണം. അദ്ദേഹം രംഗത്തില്ലാത്തത് ഈ മേഖലയിൽ ഇറാന്റെ പ്രതിരോധത്തെ ബാധിച്ചേക്കാം. ഇറാൻ പരമോന്നത നേതാവിന്റെ പിൻഗാമിയായി മുജ്തബയെ അവരോധിക്കുന്നതിനെതിരെ ഇറാനിൽ തന്നെ ഒരു വിഭാഗം രംഗത്തുണ്ട്. കുടുംബവാഴ്ച എന്ന ആരോപണം ഒഴിവാക്കാൻ ചില മത നേതാക്കൾ ശ്രമിക്കുമ്പോഴും മുജ്തബയ്ക്കുള്ള ജനകീയ പിന്തുണ തള്ളിക്കളയാനാകില്ല. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇറാനിലെ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. മുജ്തബയ്ക്ക് പരിക്കേറ്റു എന്ന വാർത്ത സത്യമാണെങ്കിൽ അത് മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കും. തങ്ങളുടെ നേതാക്കൾ കൊല്ലപ്പെടുമ്പോഴോ പരിക്കേൽക്കുമ്പോഴോ അത് രഹസ്യമാക്കി വെക്കുന്ന രീതി ഇറാന്റെ ചരിത്രത്തിലുണ്ട്. ശത്രുക്കളുടെ ആത്മവിശ്വാസം തകർക്കാനാണ് ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ മുജ്തബയുടെ കാര്യത്തിൽ എത്രനാൾ ഈ നിഗൂഢത തുടരാനാകുമെന്ന് കണ്ടറിയണം. ഇറാന്റെ വിദേശ നയത്തിലും സൈനിക നീക്കങ്ങളിലും നേരിട്ട് ഇടപെട്ടിരുന്ന വ്യക്തിയായിരുന്നു മുജ്തബ. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറല്ല കൊല്ലപ്പെട്ടതിനു ശേഷം മുജ്തബയുടെ പ്രാധാന്യം ഇറാന്റെ സൈനിക കാര്യങ്ങളിൽ വർദ്ധിച്ചിരുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ മുജ്തബയെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇറാൻ വിരുദ്ധ ഗ്രൂപ്പുകളാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. എങ്കിലും ഈ ചിത്രങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര വാർത്താ ചാനലുകളിൽ വലിയ ചർച്ചാ വിഷയമാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായി മുജ്തബ ഖമീനി ഒന്നിനും പ്രതികരിക്കാത്ത നിലയിലാണെന്ന് ചില ഉറവിടങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് കോമയിലാണെന്ന റിപ്പോർട്ടുകളെ ശരിവെക്കുന്ന തരത്തിലുള്ള സൂചനകളാണ്. ഇസ്രായേൽ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ സൈനിക നീക്കങ്ങൾ ഇറാനിലെ ഉന്നതരെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. മുജ്തബയുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയത് സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ഭാഗമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ അധികാര വടംവലി നടക്കുന്നുണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. മുജ്തബയ്ക്ക് പരിക്കേറ്റ സാഹചര്യം മുതലെടുത്ത മറ്റ് നേതാക്കൾ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതും ചർച്ചാ വിഷയമാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷത്തെ വാർത്തകൾ എത്തരത്തിൽ ബാധിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്നു. ഇറാന്റെ പരമോന്നത നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും ആഗോള എണ്ണ വിപണിയെയും രാഷ്ട്രീയ ബന്ധങ്ങളെയും സ്വാധീനിക്കും. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം മുജ്തബയെ കുറിച്ചുള്ള ദുരൂഹത നീക്കാൻ ഇറാൻ ഗവൺമെന്റ് ഉടൻ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കാനോ അദ്ദേഹത്തിന്റെ പഴയ ദൃശ്യങ്ങൾ പുറത്തുവിടാനോ സാധ്യതയുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്നറിയാൻ ലോകം ഇനിയും കാത്തിരിക്കേണ്ടി വരും.